श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। नारायण। अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानाम् एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ॐ श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ॐ श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसम्भावितललाडगं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहरम्। भूतनाथ सदानंद सर्वभूतदयापर, रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायंकाले वनान्दे कुसुमितसमये सैकते चन्द्रिकायां, त्रैलोक्याकर्षणाङ्गं सुरवरगणिका मोहनाभङ्गमूर्तिं सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्या सहस्रैः, वन्देऽहं रासकेळीरतम् अतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रं कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं, श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं कञ्चनच्छायचेलं, चारुस्निग्धोरुम् अम्बोरुहललितपदं भावयेऽहं भवन्तम्। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। मोक्षाब्धिसारमय भागवदाख्य दद्नो, नारायणीय नवनीतमहो गृहीत्वा
മായാമയോഗപരിതപ്തജനായ യോധാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിധദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരായണ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. നാരായണീയ പഠന പരമ്പര 37-ാം ക്ലാസ്സാണ് തോന്നുന്നു. അതിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണ. ഇന്ന് കറണ്ടില്ലാത്ത ദിവസമാണ്. രാവിലെ 7 മണിക്ക് പോയതാ. എപ്പോൾ വരുന്നറിയില്ല. ഉള്ള എമർജൻസിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നിൽക്കുന്ന നേരം നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടത്തും ക്ലാസ് നടത്താം നമുക്ക്. വെളിച്ചമുണ്ട്, പുറത്തുനിന്നുള്ള വെളിച്ചം ജനലിൽ കൂടെ ഉണ്ട്. നാരായണ. നാരായണ. ഇപ്പം നമ്മൾ ഇന്നലെ 13-ാം ദശകം പൂർത്തീകരിച്ചു, ഹിരണ്യാക്ഷവധം. ഇനി നമ്മൾ പുതിയൊരു ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 14-ാം ദശകം, കപിലാവതാരം എന്നുള്ളതാണ് 14-ാം ദശകം. അടുത്ത ദശകം കപിലോപദേശം. അങ്ങനെ 14-ഉം 15-ഉം ദശകങ്ങളിലൂടെ കപിലചരിതം, കപിലോപാഖ്യാനം, ശ്രീമദ് ഭാഗവതത്തിൽ 9ഓളം അധ്യായങ്ങളിൽ വർണ്ണിച്ച കപിലോപാഖ്യാനം 2 ദശകങ്ങളിലൂടെ മേൽപ്പത്തൂർ വളരെ മനോഹരമായി സംഗ്രഹിച്ചിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ആദ്യം ഒരു പ്രാവശ്യം പാരായണം ചെയ്തിട്ട് അതിൻ്റെ കഥയിലേക്ക് വരാം. ഒന്ന് പാരായണം ചെയ്യാം. വസന്തമാലിക എന്ന മനോഹരമായിട്ടുള്ള വൃത്തത്തിലാണ് ഈ കപിലാവതാരത്തിൻ്റെ നിർമ്മിതി. വസന്തമാലിക നോക്കാം. ഓം. സമനുഃ പങ്കജ സംഭവംഗജന്മാ നിജമന്ദരമന്ദരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സമയേ ഖലു തത്ര കർദമാഖ്യോ
ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ ത്വാം അജുതം സമാസിഷേവേ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപദ്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ അസ്മകർദമായ. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോഭൂഃ. സമനുശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രദീക്ഷം. മനുനോ ബഹൃതം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. സ പുനസ്ത്വദുപാസന പ്രഭാവാദ് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംഗുലോ നവാത്മാ വ്യഹരദ്ദേവപദേഷു ദേവഹൂത്യാ. ശതവർഷമദ വ്യദിത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാ. വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോന്യവാത്സീത്. നിജഭർത്തുഗിരാ ഭവന്നിഷേവാ നിരതായാം അധ ദേവദേവഹൂത്യാം. കപിലസ്ത്വമജായദാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കപിലസ്ത്വമജായദാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. വനമേയുഷി കർദമേ പ്രസന്നേ മത സർവസ്വമുപാദിശൻ ജനന്യൈ. കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ. അപ്പോൾ കഴിഞ്ഞ ദശകം ഭഗവാന്റെ ആ വരാഹമൂർത്തി തൻ്റെ തന്നെ ഭൃത്യനായ ജയവിജയന്മാരിലെ വിജയനായ പിന്നീട് ഹിരണ്യാക്ഷനായി തീർന്ന ഹിരണ്യാക്ഷനുമായിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്ത അതിമനോഹരമായിട്ടുള്ള ആ യുദ്ധവർണ്ണന നമ്മൾ ഇന്നലെ ആസ്വദിച്ചു. നല്ലൊരു ക്രിക്കറ്റ് മാച്ച് പോലെയോ ഒരു ഫുട്ബോൾ മാച്ച് പോലെയോ ടെന്നീസ് മാച്ച് പോലെയൊക്കെ രസകരമായിരുന്നു. അങ്ങനെ അവസാനം ഭഗവാൻ ഇന്നത്തേക്ക് കളി നിർത്താം എന്ന് തീരുമാനിച്ച് അടുത്ത ജന്മത്തിൽ കളി തുടരാം എന്ന് ഹിരണ്യാക്ഷനോട് പറഞ്ഞ് ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ തൻ്റെ കരാഗ്രം കൊണ്ട് അല്ലെങ്കിൽ പാദാഗ്രം കൊണ്ട് കർണക്കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുത്തു. അവൻ രക്തം ഛർദ്ദിച്ചുകൊണ്ട് ഭൂമിയിൽ പതിച്ച്
പ്രാണൻ വെടിഞ്ഞു. ആ സമയത്ത് ദേവകളും ഋഷിമുനിമാരുമെല്ലാം ഭഗവാനെ സ്തുതിച്ചു. ആ ഋഷിമുനിമാർ ഭഗവാനെ സ്തുതിച്ചത് യജ്ഞവരാഹമൂർത്തിയായിട്ടായിരുന്നു. ഭഗവാന്റെ ആ വരാഹ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും യജ്ഞത്തിലെ അംഗങ്ങളായി സ്തുതിച്ചു. ആ ഋഷിമുനിമാർക്ക് മനസ്സിലായി ഭഗവാൻ എന്തിനാണ് ഈ അവതാരമെടുത്തത് എന്ന്. ലോകത്തിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അവതാരമെടുത്തത്. ഈ ലോകം ഹിരണ്യാക്ഷന്റെ പിടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പോംവഴി യജ്ഞസംസ്കാരമാണ്. ഹിരണ്യാക്ഷന്മാരുടെ പിടിയിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള ഒരേ ഒരു പോംവഴി ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം ഈശ്വരാരാധനയാക്കി മാറ്റുക. അതാണ് യജ്ഞം. ആ യജ്ഞ സംസ്കാരത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു പ്രേരണ, പ്രചോദനം കൊടുത്തുകൊണ്ട് ആ അറിവുള്ളവരായ വിവേകികളായ ദീർഘദർശികളായ ഋഷിമുനിമാർക്ക് ആ തത്വം മനസ്സിലായി. അവർ ആ തത്വം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ പ്രസാദിച്ചു. ഭഗവാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തൻ്റെ ഉദ്ദേശ്യം സഫലമായി. താൻ എന്തുദ്ദേശിച്ച് ഈ വരാഹമൂർത്തിയായി വന്നുവോ അത് ഋഷിമുനിമാർക്ക് മനസ്സിലായി. അവർ ലോകത്തോടത് വിളിച്ചു പറഞ്ഞു. അവരെല്ലാ കാലത്തും ഇത് ഓർമ്മിക്കും. ഈ തത്വം ഓർമ്മിച്ചുകൊണ്ട് അവരുടെ ജീവിതം യജ്ഞസംസ്കാരമാക്കി മാറ്റും. സ്വകർമ്മണാ തം അഭ്യർച്ച്യ, ഓരോരുത്തരും അവരവരുടെ കർമ്മം കൊണ്ട് അവനെ അർച്ചിക്കും. അവനെ എന്ന് പറഞ്ഞാൽ ആരാണവൻ? എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, എവിടെയാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ ഈ പ്രപഞ്ചം ചെന്നു ചേരുന്നത്, ആ പരമമായ സത്യത്തെ അറിഞ്ഞ് ആ സത്യത്തോട് ചേർന്ന് ആ സത്യത്തിന് അഭിമുഖമായി ജീവിച്ച് അതിൻ്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം ആ സത്യത്തിനുള്ള ആരാധനയാക്കി മാറ്റും. സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ ഞങ്ങൾ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം എന്നുള്ളൊരു പ്രതിജ്ഞയാണ് ഭാഗവതം. ആ പരമസത്യത്തെ ഞങ്ങൾ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം. സത്യം പരം ധീമഹി, പരം സത്യം ധീമഹി, ആ പരമസത്യത്തെ വയം ധീമഹി, ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങൾ അനുസന്ധാനം ചെയ്യുന്നു. ആ പരമമായ സത്യത്തെ മറക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഞങ്ങൾ ആ പരമസത്യത്തിനോട് കടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അതിനോടുള്ള ഞങ്ങളുടെ ബന്ധം ഉപേക്ഷിക്കാതെ ഞങ്ങൾ ജീവിക്കുന്നു. വി അസോസിയേറ്റ് അവർസെൽവ്സ് ഓൾവേസ് വിത്ത് ദാറ്റ് അബ്സല്യൂട്ട് റിയാലിറ്റി. ആ പരമേശ്വരനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന ആ ഒരു ഭാവനയോടെ, സങ്കല്പത്തോടെ ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ ആ പരസ്മൈ നാരായണായ പരമനായ നാരായണനായിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണത്തിനായിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ കായം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവിടേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആത്മാർത്ഥതയോടെ സത്യസന്ധരായി ആരെയും ഉപദ്രവിക്കാതെ ലളിതമായ ജീവിതം നയിച്ചുകൊള്ളാം. അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും എടുക്കുന്നതിലധികം കൊടുത്തും ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായൊരു ജീവിതം ഞങ്ങൾ നയിച്ചുകൊള്ളാം എന്നിങ്ങനെയുള്ള ഒരു പ്രതിജ്ഞ ചെയ്തു ആര്? ഈ ഋഷീശ്വരന്മാര്. അതാണ് ആ വരാഹമൂർത്തിയെ സ്തുതിച്ച സ്തുതിയുടെ താല്പര്യം. Yes, we rededicate ourselves. ഞങ്ങൾ മറന്നുപോയതായിട്ടുള്ള തത്വത്തെ ഭഗവാനെ അങ്ങ് ഓർമ്മിപ്പിച്ചു. ഇതാ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഉള്ളിൽ ആ തത്വങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ഇനിയുള്ള ജീവിതം ആ ത്യാഗപൂർണമായിട്ടുള്ള യജ്ഞസംസ്കാരത്തോടുകൂടെ ഈശ്വരാരാധനയാക്കി മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ പ്രസാദിച്ചു. ശരി, ഞാൻ വന്ന കാര്യം സക്സസ് അല്ലേ, എൻ്റെ മെസ്സേജ് ക്ലിയർ. സോ ഇനി നിങ്ങൾ ഏറ്റെടുത്തോളൂ, ഞാൻ രംഗം വിടുന്നു
എന്ന് പറഞ്ഞ ഭഗവാൻ തൻ്റെ നാടകം അവസാനിപ്പിച്ച് രംഗത്തു നിന്ന് പിൻവാങ്ങി. വരാഹമൂർത്തി സ്വധാമത്തേക്ക് മടങ്ങി തൻ്റെ തന്നെ സ്വസ്വരൂപത്തിൽ ആനന്ദമഗ്നനായി അവിടെ തന്നെ കഴിച്ചു. നമ്മൾക്ക് പന്ത് നമ്മുടെ കയ്യിലേക്ക് വിട്ടുതന്നു കളിക്കാൻ. ഇനിയിപ്പോൾ പന്ത് നമ്മുടെ കോർട്ടിലാണ്, നമ്മൾ വേണം ഇനി തട്ടാൻ, കളിക്കാൻ. നമ്മൾ കളിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഭഗവാൻ കാണിച്ചു തന്ന വഴിക്ക് കളിക്കാം. അതാണ് യജ്ഞസംസ്കാരം. അപ്പോൾ അങ്ങനെ ഉള്ള ഭഗവാന്റെ വരാഹ അവതാര ലീലയെ നമുക്ക് സമർപ്പിക്കാം. അടുത്ത ദശകം 14-ാം ദശകം ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 22-ാം അധ്യായം മുതൽക്കാണ് കർദമചരിതം. 22, 23, 24 അധ്യായങ്ങളിൽ കർദമചരിതമാണ്. അതിൽ 24-ാമത്തെ അധ്യായത്തിൽ അവസാനമാണ് ഭഗവാൻ കപില ഭഗവാന്റെ അവതാരം. ആ കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കും പുത്രനായി ഭഗവാൻ വിഷ്ണു തന്നെ കപിലനായി അവതരിക്കുന്നത് 24-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ ആ 3 അധ്യായത്തിൻ്റെ സംഗ്രഹമാണ് ഈ 14-ാമത്തെ ദശകം. അത് കഴിഞ്ഞ് പിന്നെ 25 മുതൽക്കുള്ളതായിട്ടുള്ള അധ്യായങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ 33 വരെ 9 അധ്യായങ്ങളാണ് കപില ഉപദേശം. അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഉപദേശങ്ങളെ ഇവിടെ നാരായണീയ കർത്താവ് ഒരു ദശകം കൊണ്ട്, വാസ്തവത്തിൽ ദശകമല്ല, അതിൽ 15 ശ്ലോകങ്ങളുണ്ട്. കപിലോപദേശമാണ് ശ്രീമദ് നാരായണീയത്തിലെ ഏറ്റവും വലിയ ശ്ലോകത്തിൻ്റെ സംഖ്യ കൊണ്ട് എണ്ണം കൂടുതലുള്ള ശ്ലോകങ്ങൾ. 15 ശ്ലോകങ്ങളുള്ള ഒരു ദശകം എന്ന് പറയാൻ പറ്റില്ല, പഞ്ചദശകം എന്ന് പറയാം അല്ലേ. 15 ശ്ലോകങ്ങളുള്ളത്. ആ 15 ശ്ലോകങ്ങളുള്ള ഒരു ദശകം കൊണ്ട് ഭഗവാനെ ആ കപിലോപദേശം 9 അധ്യായത്തിലുള്ള കപിലോപദേശത്തെ സംഗ്രഹിച്ച് അവതരിപ്പിക്കുകയാണ്. ഈ 2 ദശകങ്ങളും നമുക്ക് കാണാം. കപിലാവതാരമാദ്യം നോക്കാം. നാരായണ. 1-ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. ഓം നാരായണ. സമനുസ്മൃതതാവഗാംഗ്രിയുഗ്മഃ സമനുസ്പങ്കജസംഭവംഗജന്മാ നിജമന്തരമന്തരായഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃതതാവഗാംഗ്രിയുഗ്മഃ സമനു പങ്കജസംഭവംഗജന്മാ നിജമന്തരമന്തരായഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനു, ഇവിടുത്തെ ഈ ശ്ലോകത്തിലെ കഥാനായകൻ ആ മനുവൈ. സമനു, ഒരു മനുവിൻ്റെ കഥ പറയുകയാണ്. ഏത് മനു? പഴയ മനു തന്നെ. സ്വയംഭുവ മനുവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വരാഹാവതാരത്തിലേക്ക് പോയത്. സ്വയംഭുവ മനുവിനെ ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് സ്വയംഭുവ മനുവും ശതരൂപാദേവിയുമായി 2 രൂപങ്ങളായി അവതരിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് പിന്നീട് കാലം കൊണ്ട് ഭൂമി നഷ്ടപ്പെട്ടതായിട്ടുള്ള സമയത്ത് അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒന്ന് ട്രാക്ക് മാറിപ്പോയി. ഒരു എന്താ പറയുക, ശാഖാചംക്രമണം കഴിഞ്ഞു. തിരിച്ച് വീണ്ടും മുഖ്യശാഖയിലേക്ക് വരണു, കാണ്ഡത്തിലേക്ക് വരണു അല്ലേ. കഥയുടെ ആ മനുവിൻ്റെ സൃഷ്ടി, ആ എന്താ പറയുക, മനുവിൽ നിന്ന് എങ്ങനെയാണോ സൃഷ്ടിജാലങ്ങൾ വർദ്ധിച്ചു വന്നത്, ആ കഥയിലേക്ക് തന്നെ തിരിച്ചു വരണു. അപ്പൊ സമനു, അതേ മനു, അതേ സ്വയംഭുവ മനു അവിടെ എടുത്തു പറയുന്നുണ്ട്. പങ്കജ സംഭവ അംഗജന്മാ, പങ്കജ സംഭവ അംഗജന്മാ. പങ്കജ സംഭവനാരാ? താമരയിൽ ഭവിച്ചവൻ ബ്രഹ്മദേവൻ.
അദ്ദേഹത്തിന്റെ അംഗജന്മ, അദ്ദേഹത്തിന്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവൻ. അപ്പൊ സ്വയംഭൂവിന്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവൻ സ്വയംഭുവൻ എന്ന്. സ്വയംഭൂവിന്റെ പുത്രനായി ജനിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് പേര്? സ്വയംഭുവൻ, സ്വയംഭൂവിന്റെ പുത്രൻ. അത് പറയാനാണ് ഇത്തിരി വലിയ പേര് പറഞ്ഞത്. പങ്കജ സംഭവ അംഗജന്മ, പങ്കജ സംഭവ അംഗജന്മാവായ ആ മനു എങ്ങനെയുള്ളവനായിരുന്നു? സമനുസ്മൃത താവകാംഗ്രിയുഗ്മ, സമനുസ്മൃത താവകാംഗ്രിയുഗ്മ, സമനുസ്മൃതം, സമനുസ്മൃതം, സമ്യക് അനുസ്മൃതം, എപ്പോഴും നന്നായി അനുസ്മരിക്കപ്പെടുന്ന താവക അംഗ്രിയുഗ്മ. താവകം ഗുരുവായൂരപ്പ അങ്ങയുടേത്, അംഗ്രിയുഗ്മങ്ങൾ രണ്ട് പാദങ്ങൾ. അപ്പൊ അങ്ങയുടെ രണ്ട് പാദങ്ങളെ നിരന്തരം നല്ല രീതിയിൽ തന്നെ സ്മരിക്കുന്നവനായിരുന്നു ആര്? ആ മനു. അപ്പൊ എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു രാജർഷിയായിരുന്നു ആര്? ഈ സ്വയംഭുവ മനു. രാജർഷിയാണ് അദ്ദേഹം. രാജർഷി എന്ന് പറഞ്ഞാൽ ഒരേ സമയം രാജാവാണ്, അതേസമയം ഋഷി തുല്യനുമാണ്. അദ്ദേഹത്തിന്റെ ബാഹ്യ ലക്ഷണങ്ങള് രാജാവിനെ പോലെ, എന്നാൽ അദ്ദേഹത്തിന്റെ ആന്തരിക ഭാവം ഋഷിയെ പോലെ. അതാണ് ഉള്ളുകൊണ്ട് ഋഷിയും പുറം കൊണ്ട് രാജാവും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഗൃഹസ്ഥാശ്രമ വ്യാവഹാരിക ലോകത്തിലെ ജീവിതത്തിന്റെ ഒരു ഉദാത്തമായിട്ടുള്ളൊരു മാതൃകാ പുരുഷനാണ് ആര്? ഈ മനു, സ്വയംഭുവ മനു. ഗൃഹസ്ഥാശ്രമികൾക്കൊക്കെ മാതൃകയാക്കാവുന്ന അദ്ദേഹത്തിന്റെ പരമ്പരയാണ്, അദ്ദേഹത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളൊക്കെ. നമ്മുടെ എന്താ പറയുക, ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഒരു മാതൃക. എത്ര വലിയ പദവിയാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്നത്? ഭൂമിയുടെ മുഴുവൻ അധിപതിയാണ് മനു എന്ന് പറഞ്ഞാൽ. ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒക്കെ രക്ഷകൻ എന്നാണ്. എല്ലാവരുടെയും സാർവഭൗമനാണ് അദ്ദേഹം. സാർവഭൗമൻ, സർവഭൂമിക്കും അധിപൻ, എല്ലാറ്റിനും ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ഭൂമണ്ഡലം മുഴുവൻ. എങ്ങനെയാണോ 3 ലോകങ്ങൾക്ക് അധിപനായി ഇന്ദ്രനെ നിയോഗിച്ചിരിക്കുന്നത്, ആ ഇന്ദ്രനെ പോലെ ഈ ഭൂമിയുടെ മാത്രം സ്ഥാനത്തിരിക്കുന്ന ആള് മനു. ഇന്ദ്രൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാനത്താണെങ്കിൽ മനു ഗവർണർ ഓഫ് കേരള എന്നുള്ള സ്ഥാനം പോലെ, ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ എന്നതുപോലെ ഇവിടെ ഭൂമണ്ഡലത്തിന്റെ അധിപനാണ് മനു എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ഭൂമി മുഴുവൻ. അപ്പൊ അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ നന്നായി തന്നെ നിർവഹിക്കുമ്പോഴും, രാജാവിന്റെ പദവിയിലിരുന്നുകൊണ്ട് രാജഭരണം ഭംഗിയായി പ്രജാക്ഷേമപരമായി നടത്തുമ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ എപ്പോഴും സ്മരിച്ചു കൊണ്ടിരുന്നു. എല്ലാം താൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനുള്ള പൂജയാക്കി, ആരാധനയാക്കി സമർപ്പിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന ഏറ്റവും ആദ്യത്തെ എന്താ പറയുക, മനുഷ്യനും രാജാവും എല്ലാമാണ്. യഥാ രാജാ തഥാ പ്രജ. രാജാവ് എങ്ങനെയോ അങ്ങനെയല്ലേ പ്രജകൾ ഉണ്ടാവുക. അപ്പോൾ മാതൃകയായിട്ട് ഈ രാജാവ് നമുക്ക് കാണിച്ചു തന്നു. സമനുസ്മൃത താവകാംഗ്രിയുഗ്മ, താവക അംഗ്രിയുഗ്മങ്ങളെ എപ്പോഴും സമനുസ്മരിക്കുന്നവനായ ആ പങ്കജ സംഭവ അംഗജന്മാവായ ആ മനു എന്തു ചെയ്തു? അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതാണ്. ഇപ്പോ നിജമന്തരം അന്തരായഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. നിനായ എന്ന് പറഞ്ഞാൽ നയിച്ചു, നയിക്കുക എന്നുള്ള രൂപത്തിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് എന്താ ലിട്ട് എന്ന് പറയുന്നതായിട്ടുള്ള ലകാരമാണ്. സംസ്കൃതത്തിൽ 10 ടെൻസുകളുണ്ട്, 10 കാലങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പൊ അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ആ ക്രിയാ രൂപമാണ് നിനായ, നയിച്ചു. നയതി എന്ന വർത്തമാന ക്രിയ, അനയത് എന്ന് പാസ്റ്റ് ടെൻസ്, നയിച്ചു എന്ന് പറയാൻ ഇമ്മീഡിയറ്റ് പാസ്റ്റിനെ പറയുമ്പോൾ അനയത്. ഡിസ്റ്റന്റ് പാസ്റ്റിനെ സൂചിപ്പിക്കാനാണ് നിനായ എന്ന് പറയുന്നത്. നയിച്ചു എന്ന് തന്നെയാണ്, പക്ഷെ ഡിസ്റ്റന്റ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു.
ഈ ലിട്ട് പ്രയോഗം. നയിച്ചു, അല്ലാതെ നായയും പൂച്ചയായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല കേട്ടോ. നയ എന്നുള്ള ധാതുവിൻ്റെ രൂപമാണ് നിനായ. അപ്പൊ നിജം അന്തരം. നിജം അന്തരം എന്ന് പറഞ്ഞാലോ തൻ്റേതായിട്ടുള്ള അന്തരം, മന്വന്തരം. മനുവിൻ്റെ അന്തരം മന്വന്തരം. അപ്പൊ തൻ്റെ ഒരു മന്വന്തര കാലം, 71 ചതുർയുഗങ്ങൾ എന്ന് പറയുന്ന കാലം. ബ്രഹ്മാവിൻ്റെ പകല് 14 ചതുർയുഗങ്ങളാണ്, 14 മന്വന്തരങ്ങളാണല്ലോ. അതിൽ ആദ്യത്തെ മന്വന്തരമാണ് ഈ സ്വയംഭുവന്റെ മന്വന്തരം. അപ്പൊ നിജമന്തരം, തൻ്റെ മന്വന്തരത്തെ അന്തരായ ഹീനം നിനായ, അതാണ് വിഷയം. അന്തരായ ഹീനം. അന്തരായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇടവേളകൾ അല്ലെങ്കിൽ ബ്രേക്കുകൾ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങൾ ഒക്കെ അന്തരായങ്ങളാണ്. അന്തഹ ആയം, ഉള്ളിലുള്ള നടുവിൽ വരുന്ന ഗ്യാപ്പ്, അതാണ് ആയം. അപ്പോൾ അന്തരായം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ വലിയ ബ്രേക്ക് വന്നാൽ, എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അത് അന്തരായം. വിഘ്നങ്ങൾ വന്നാൽ അന്തരായങ്ങൾ. റോട്ടിൽ പോകുമ്പോൾ വലിയൊരു ഹമ്പ് അന്തരായം. എന്താ പറയുക, സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഒരു അന്തരായമാണ് ആ ബമ്പ്, ആ ഹമ്പ് അല്ലേ. ബ്രേക്കുകൾ, ഒരു തടസ്സങ്ങൾ. ആ തടസ്സങ്ങളെയാണ് ഇവിടെ, വിഘ്നങ്ങളെയാണ് അന്തരായം എന്ന് പറയുന്നത്. അപ്പോൾ അന്തരായ ഹീനം മീൻസ് വിത്തൗട്ട് എനി തടസ്സം, ഒരു ബുദ്ധിമുട്ടും കൂടാതെ, നിർവിഘ്നം, സുഗമമായിട്ട്, ഹാപ്പിലി എന്നർത്ഥമാണ്. എന്ത് ചെയ്തു? അദ്ദേഹം നയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു മന്വന്തര കാലം അദ്ദേഹം സുഗമമായിട്ട് നയിച്ചു. എന്താ കാരണം? അതിന് കാരണം പറയുന്നുണ്ട്. ചരിതം തേ കഥയൻ സുഖം നിനായ. തേ ചരിതം കഥയന്, അങ്ങയുടെ ചരിതത്തെ കഥിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പ അങ്ങയുടെ ചരിതം വർണ്ണിച്ചുകൊണ്ട് ആ മനു തൻ്റെ മന്വന്തരത്തെ നിമിഷ നേരം പോലെ കഴിച്ചുകൂട്ടി. അപ്പോൾ ഭഗവാന്റെ കഥ പറയുന്നതായിട്ടുള്ള ആളുകൾക്ക്, ഭഗവാന്റെ സ്മരണയുള്ളതായിട്ടുള്ള ആളുകൾക്ക്, എപ്പോഴും ഭഗവത് സ്മരണയുള്ളതായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിഘ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വരില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. കാരണം അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ പാദയുഗ്മങ്ങളെ സ്മരിക്കുന്നവനായിരുന്നു എന്ന ഒന്നാമത്തെ വരി തന്നെ തുടങ്ങിയത് അല്ലേ. സമനുസ്മൃത താവകാംഗ്രിയുഗ്മ, സമനുസ്മൃത താവകാംഗ്രിയുഗ്മ, നന്നായി സ്മരിക്കുന്ന അങ്ങയുടെ പാദകമലങ്ങളോടുകൂടിയവനായിട്ടുള്ള ആ മനു, ആ താമരയിൽ ഭവിച്ചവനായ ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവനായിട്ടുള്ള ആ സ്വയംഭുവ മനു, തൻ്റെ തന്നെ അന്തരമായ മന്വന്തരത്തെ, സ്വയംഭുവ മന്വന്തരത്തെ യാതൊരു അന്തരായങ്ങളും കൂടാതെ, അഥവാ വിഘ്നങ്ങളൊന്നും കൂടാതെ അങ്ങയുടെ ചരിതത്തെ നന്നായി പറഞ്ഞുകൊണ്ട്, അങ്ങയുടെ ചരിതത്തെ വർണ്ണിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട് സുഖം നിനായ, സുഖമായി നയിച്ചു, സന്തോഷമായിട്ട് കഴിച്ചുകൂട്ടി. He was happy because he was always remembering the Lord. നാരായണ, ആ ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് സുഖമായി കഴിച്ചുകൂട്ടി. ഒരു ഇൻട്രൊഡക്ഷൻ കഥയ്ക്ക്. ഇൻ ദ മീൻ വൈൽ എന്ന് പറയുമ്പോൾ ആ മന്വന്തരത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം, അതേ മന്വന്തരത്തിൽ ആ മനുവിൻ്റെ തന്നെ സഹോദരസ്ഥാനീയനായിട്ടുള്ള മറ്റൊരാളുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ആരാണ്? കർദമ പ്രജാപതിയുടെ കഥ. അവിടേക്ക് വരികയാണ്. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രോഹിണച്ചായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുതം സമാസിഷേവേ. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുതം സമാസിഷേവേ. സമയേ ഖലു തത്ര, തത്ര സമയേ, തത്ര സമയേ, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, അത് ആ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത്, തത്ര സമയേ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത്, തസ്മിൻ സമയേ എന്നർത്ഥം തന്നെ, അതേ മന്വന്തര കാലത്ത്
ഖലു എന്നത് പ്രശസ്തിയെ സൂചിപ്പിക്കുന്നു. ആരെക്കുറിച്ച്? കർദമാക്യ, കർദമൻ എന്ന് പേരുള്ളതായിട്ടുള്ള ഒരാള്. ആരാണ് അയാള്? അഡ്രസ് പറയണു. ദ്രുഹിണച്ചായ ഭവഃ, ദ്രുഹിണച്ചായ ഭവഃ കർദമാക്യ. അദ്ദേഹത്തിന്റെ അഡ്രസ് പറയണ സൺ ഓഫ് ദ്രുഹിണൻ. ആരാ ദ്രുഹിണൻ? ദ്രുഹിണൻ എന്നാൽ ബ്രഹ്മാവിന്റെ പര്യായ ശബ്ദമാണ്. വിരിഞ്ചൻ, ദ്രുഹിണൻ, വിരിഞ്ചി, സ്വയംഭൂ, പത്മസംഭവൻ, പത്മഭൂ, കമലജൻ, ഇങ്ങനെ അനേക പര്യായ ശബ്ദങ്ങൾ ബ്രഹ്മാവിന്. അപ്പൊ ദ്രുഹിണൻ എന്നും അദ്ദേഹത്തിന്റെ പേര്. ആ ദ്രുഹിണന്റെ ഛായയിൽ നിന്ന് ഭവിച്ചവൻ, അതാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ദ്രുഹിണ ഛായ ഭവഃ, ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്ന് അഥവാ നിഴലിൽ നിന്നാണ് കർദമ പ്രജാപതി ഉണ്ടായത് എന്ന് പറയുന്നു. ബ്രഹ്മാവിന്റെ ശരീര അവയവങ്ങളിൽ നിന്നല്ല, ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്ന്, നിഴലിൽ നിന്നുണ്ടായവൻ കർദമ പ്രജാപതി എന്നാണ് പറയുന്നത്. അവിടെ നിഴൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നിഴൽ വെളിച്ചമില്ലായ്മയെ സൂചിപ്പിക്കുന്നു, അല്ലേ? ലേശം വെളിച്ചക്കുറവുണ്ട്, അതുകൊണ്ടാണ് നിഴലുണ്ടാവുന്നത്. അപ്പൊ വെളിച്ചക്കുറവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വെളിച്ചക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം? താത്വികമായിട്ട് ലേശം അജ്ഞാനത്തിന്റെ സൃഷ്ടി തന്നെയാണ് ഈ വെളിച്ചക്കുറവ്, അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ പ്രതീകം തന്നെയാണ്. അപ്പൊ കർദമൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. എന്താ പേരിടാൻ കാരണം? എന്താ ഈ കർദമൻ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം? കർദമം എന്ന് പറഞ്ഞാൽ ചെളി എന്നാണ് അർത്ഥം. കർദമം എന്ന് പറഞ്ഞാല് ചെളി എന്നാണ് അർത്ഥം. നമ്മുടെ ഭാഗവതം ദശമസ്കന്ധത്തിലൊക്കെ കാണാം, വ്രജകർദ്ദമേഷു. ഭഗവാൻ ബാല്യകാലത്ത് മുട്ടുകുത്തി കളിക്കുന്ന പ്രായത്തിൽ പറയുമ്പോൾ വ്രജകർദ്ദമേഷു, ആ ഗോകുലത്തിലുള്ള പശുക്കളുടെ ചാണകവും മൂത്രവും ഒക്കെ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ചെളിയിലൊക്കെ കിടന്ന് മുട്ടുകുത്തി കളിച്ചു ഭഗവാൻ എന്ന്. വ്രജത്തിലെ കർദ്ദമങ്ങളിൽ ഭഗവാൻ ഓടിക്കളിക്കും. എന്നിട്ട് അതേ ചാണകത്തോടുകൂടി ഓടി വന്ന് അമ്മയുടെ മടിയിലേക്ക് കയറും. യശോദാദേവി യാതൊരു മടിയും കൂടാതെ ഭഗവാനെ ആലിംഗനം ചെയ്യും, പാല് കൊടുക്കും. അവർക്ക് ചാണകത്തോട് അറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കർദമം മീൻസ് ചെളി. ആ ചെളി അജ്ഞാനത്തിന്റെയും വാസനയുടെയും പ്രതീകമാണ്. അജ്ഞാനത്തിന്റെയും അജ്ഞാനജന്യമായ വാസനകളുടെയും പ്രതീകമാണ് ഈ ചെളി. അപ്പൊ കർദമൻ എന്ന് പറഞ്ഞാൽ വാസനകളുള്ള ഒരു ജീവൻ. നമ്മളെയൊക്കെ പോലെ തന്നെ, നമ്മളൊക്കെ കർദമന്മാരാ. നമ്മളുമൊക്കെ കർദമന്മാരാ. അപ്പൊ നമ്മുടെയൊക്കെ മൂത്ത ജ്യേഷ്ഠൻ ഒരു കർദമൻ. നമ്മുടെയൊക്കെ ഒരു മൂത്ത ജ്യേഷ്ഠന്റെ കഥയാ പറയുന്നത്. അപ്പൊ ഈ ചെളിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ചെളിയുള്ള ആൾക്കാർ നേരെ പോകാൻ പാടില്ല. എവിടേക്ക്? ബ്രഹ്മത്തിലേക്ക്. സനകാദികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ ചെളിയില്ലാത്ത ആൾക്കാരാ. അതാണ് സനകാദികളും കർദമനും തമ്മിലുള്ള വ്യത്യാസം. സനകാദികൾ പ്യുവറായിട്ടുള്ള ആത്മാക്കൾ, നിഷ്കളങ്കന്മാർ. അതുകൊണ്ടാണ് അവരെ എന്ത് പറഞ്ഞത്? നിത്യ പഞ്ചഹായനന്മാർ, എന്നും 5 വയസ്സ് പ്രായമുള്ള ബാലന്മാർ എന്ന് പറഞ്ഞത്. അവിടെ അർത്ഥം നിഷ്കളങ്കതയുടെ പ്രതീകത്തെയാണ്. എന്നും 5 വയസ്സ് ബാലന്മാരെന്ന് അവരെ പറയുമ്പോൾ അവർ നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. കർദമൻ എന്ന് പറയുമ്പോൾ നിഴലിൽ നിന്നുണ്ടായി എന്നും പേര് കർദമൻ എന്ന് നോക്കിടുമ്പോൾ ചെളിയോടുകൂടിയവൻ, കർമ്മവാസനകളോടുകൂടിയവൻ. അപ്പോ സൃഷ്ടിയുടെ ആദിയിൽ തന്നെ 2 തരം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണിച്ചു തന്നിട്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും നമ്മൾക്ക് വഴി കാണിച്ചു തരികയാണ്. ഇതാ 2 തരം ആൾക്കാരുണ്ട് ഈ ലോക സൃഷ്ടിയില്. അവർക്ക് വേണ്ടി 2 വഴികളുണ്ട്. ഏതാ വഴികൾ? ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തരും. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേന യോഗിനാം. അസ്മിൻ ലോകേ ലോകേസ്മിൻ, ഈ ലോകത്തില് ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ, മയാ പുരാ പ്രോക്ത, മയാ ബൈ മീ, the Lord of this universe by me. Pura Prokta, in the beginning I have given 2 directions, 2 paths of living.
ടു വേ ഓഫ് ലിവിങ്. പുരാപ്രോക്തമായ വേദസ്വരൂപനായ എന്നാൽ പണ്ടേ തന്നെ രണ്ട് മാർഗങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. സാഖ്യന്മാരെന്ന് പറയുന്ന ശുദ്ധ സന്യാസികളായിരിക്കുന്ന അന്ധക്കരണ ശുദ്ധിയുള്ള വൈരാഗികളായിരിക്കുന്ന ആളുകൾക്ക് ജ്ഞാനമാർഗവും നിവൃത്തി മാർഗവും. ആ ജ്ഞാനമാർഗത്തിന്റെ പേരാണ് നിവൃത്തി മാർഗവും. മറ്റേ മാർഗം കർമ്മയോഗം എന്ന് പറയുന്ന യോഗം. അതാർക്ക്? ബഹിർമുഖന്മാരായിരിക്കുന്ന വാസനാസമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾക്കുള്ള മാർഗം പ്രവൃത്തി മാർഗവും. അങ്ങനെ രണ്ട് മാർഗങ്ങളാണ്. ഒന്ന് നിവൃത്തി മാർഗം, മറ്റൊന്ന് പ്രവൃത്തി മാർഗം. ഇത് രണ്ടും അവസാനം ഒരു ഭാഗത്ത് തന്നെ ചെന്ന് ചേരാം. അല്ലെങ്കിൽ പ്രവൃത്തി മാർഗം പിന്നീട് നിവൃത്തി മാർഗത്തിലേക്ക് വന്ന് അലൈൻഡ് ആവും. നിവൃത്തി മാർഗം ഷോർട്ട് കട്ടാണ്, പ്രവൃത്തി മാർഗം ഇത്തിരി വളഞ്ഞ വഴിയാണ്, അത്രേ ഉള്ളൂ. ആ വളഞ്ഞ വഴിയിലൂടെ ചിലർക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചില മലയുടെ മുകളിലുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ രണ്ട് മാർഗങ്ങളുണ്ടാവും. സ്റ്റെപ്പ് വഴിയും വളഞ്ഞു പോകുന്ന റോഡ് വഴിയും, അല്ലേ? നടപ്പാത. സ്റ്റെപ്പ് വഴി പോകാൻ ഇത്തിരി എഫർട്ട് കൂടുതലാണ്, പക്ഷെ വേഗം ഒത്ത. സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, കാൽമുട്ടിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ, കുടുകുടുന്ന് ഓടി കയറാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ക്ലൈംബ് ഈസിലി. ആ വഴിക്ക് പോകാം, വേഗം ഒത്തും. ആരോഗ്യമുള്ളവർക്കുള്ളതാണ് സ്റ്റെപ്പ് വഴി. ആരോഗ്യം കുറഞ്ഞ് മുട്ടിനൊക്കെ നീരും വാദവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് പതുക്കെ പോവാ. ഏത് വഴിക്ക്? ആ റോഡ് വഴിക്ക്. അധികം കുത്തനെയുള്ള കയറ്റങ്ങൾ ഉണ്ടാവില്ല, കാൽമുട്ടിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവില്ല. ഫ്ലാറ്റായിട്ടുള്ള സ്ലോപ്പായിട്ടുള്ള ചരിഞ്ഞ പ്രതലത്തിലൂടെ പതുക്കെ 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 കയറി പോവാം. കയറ്റത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ പതുക്കെ കയറി പോവാം നമുക്ക്, അല്ലേ? ശബരിമലയിലുണ്ട്, പഴനിയിലുണ്ട്, അതുപോലെ പല ക്ഷേത്രങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കയറാവുന്ന സ്റ്റെപ്പുകളും വളഞ്ഞു പോകാവുന്ന റോഡുകളും ഉണ്ട്. അവസാനം എവിടെ തന്നെ എത്തിച്ചേരുക? രണ്ട് വഴി ഒരിടത്ത് തന്നെ എത്തിച്ചേരുക, അല്ലേ? അതുപോലെയാണ് ഈ രണ്ട് മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ. വൈരാഗികളായിരിക്കുന്ന വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം മുതലായ ഗുണങ്ങൾ വളരെ ചെറുപ്രായത്തിലെ ബാല്യത്തിലെ ദൃഢമായിരിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ശങ്കരാചാര്യരെ പോലെ, സനകാദികളെ പോലെ, അതുപോലെയുള്ളതായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് ഡയറക്റ്റ് വഴി. അതാണ് ജ്ഞാനമാർഗം, സന്യാസമാർഗം, നിവൃത്തി മാർഗം. മറ്റേ മാർഗത്തിന്റെ പേര് പ്രവൃത്തി മാർഗം. അത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ ജീവിതത്തെ ഒരു യജ്ഞമാക്കി മാറ്റിക്കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ജീവിതം. അതാണ് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. പ്രവൃത്തി നിവൃത്തി സന്യാസിമാർക്ക്, സനകാദികളെ പോലെയുള്ള വ്യക്തിത്വങ്ങൾക്ക്, അല്ലാത്ത സംസ്കാരം വാസനാസമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക്, ഉള്ളിൽ ചെളിയും കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്ക് വിവാഹം കഴിക്കണം, കുടുംബജീവിതം നയിക്കണം, മക്കളെ ജനിപ്പിക്കണം, ആ സുഖങ്ങളൊക്കെ അനുഭവിക്കണം, വിഷയഭോഗങ്ങളൊക്കെ അനുഭവിക്കണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ സുഖലോലുപത്വം ഉണ്ടെങ്കിൽ, വിഷയസുഖങ്ങളൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവർക്കാണ് ഏത് മാർഗം? പ്രവൃത്തി മാർഗം, ഗൃഹസ്ഥാശ്രമ മാർഗം. ആ ഗൃഹസ്ഥാശ്രമ മാർഗം കാണിച്ചു തരുന്ന മഹാത്മാക്കളെയാണ് ഇവിടെ പ്രജാപതിമാർ എന്ന് പറയുന്നത്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ ഈ പ്രജാപതിമാരെന്ന് പറയുന്നത് ആരെയാണ്? ഗൃഹസ്ഥാശ്രമധർമ്മം കാണിച്ചു തരുന്ന മഹാത്മാക്കൾ. മറ്റത് വിവാഹം കഴിക്കാത്ത സന്യാസിമാര്, ഋഷിതുല്യന്മാരായിട്ടുള്ള ആളുകളെ അവർ നിവൃത്തിധർമ്മത്തെ നമുക്ക് കാണിച്ചു തരണം. അപ്പൊ രണ്ടു കൂട്ടരുമുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ, രണ്ട് തരക്കാരുണ്ട്. അവിവാഹിതരായി പൂർണ്ണ വിരക്തന്മാരായിരിക്കുന്ന സന്യാസിമാര്, ഋഷിമുനിമാര്, താടി നീട്ടി വളർത്തിയവര്. വിവാഹിതരായി കുടുംബത്തോടുകൂടി ജീവിക്കുന്ന, ജീവിതമേ ഒരു യജ്ഞകർമ്മമാക്കി മാറുന്ന, നിത്യ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്ത് വസിഷ്ഠനെ പോലെ, കർദമനെ പോലെ നമ്മുടെ പ്രജാപതിമാര്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, അത്രി, വസിഷ്ഠൻ,
ദക്ഷൻ, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ പ്രജാപതിമാരാണ്. ഇവരൊക്കെ ഋഷിമാർ തന്നെയാണ്. താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നല്ല ചിന്തകന്മാരാണ്, നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. ഇവർ ലോകത്തിലേക്ക് ഒരുപാട് സംഭാവന ചെയ്തവരാണ്. രണ്ടു കൂട്ടരും താടിക്കാർ തന്നെയാണ്, രണ്ടു കൂട്ടരും ഋഷിമാരെന്നറിയപ്പെടുന്നു. പക്ഷെ രണ്ടു കൂട്ടരുടെയും ലൈഫ് സ്റ്റൈലിന് വ്യത്യാസമുണ്ട്. വൺ ഈസ് സന്യാസ സ്റ്റൈൽ, വൺ ഈസ് ഗൃഹസ്ഥ സ്റ്റൈൽ. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. ഇത് രണ്ടും നമ്മൾ വ്യക്തമാക്കി രണ്ട് വഴികളെ തിരിച്ചു വച്ചിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എവിടെ നിൽക്കണമെന്ന് അറിയണം എന്നിട്ടേ. ഇത് കൺഫ്യൂഷനാണ് പലർക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ വഴിക്കും പോവും, ഇടയ്ക്ക് ഈ വഴിക്കും പോവും, ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ട് കൂടും. ഏത് വഴിക്കാ പോകണമെന്ന് ആദ്യം നിശ്ചയിക്കൂ, എന്നിട്ട് ആ വഴിക്ക് നടക്കൂ. ഇതാണ് നമ്മുടെ ശാസ്ത്രം പറയണത്. യു ഹാവ് ടു ഡിസൈഡ് ഏത് വഴിക്ക് പോകാനാണ് നിങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ളത്, എലിജിബിലിറ്റി ഉള്ളത്, സ്ട്രെങ്ത് ഉള്ളത്. ആ വഴിക്ക് പോവുക. ഏത് വഴിക്ക് പോകാനാണ് നിങ്ങൾ ക്വാളിഫൈഡ്, ആ വഴിക്ക് പോവുക. രണ്ട് വഴി കാണിച്ചു തരുന്നുണ്ട്, പ്രവൃത്തി, നിവൃത്തി. അപ്പൊ ഇവിടെ കർദമൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ വാസന എന്നതായിട്ടുള്ള വിവാഹം കഴിക്കണം, ജീവിതം സുഖിക്കണം, അനുഭവിക്കണം എന്നൊക്കെയുള്ള ലേശം ആഗ്രഹങ്ങളുള്ളതായിട്ടുള്ള ആളുകളെയാണ് ഈ കർദമന്മാരുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടത്, പ്രജാപതിമാരുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടത്. അത് അങ്ങനെ ഒരാളുടെ ജീവിതമാണ് ഇവിടെ നമുക്ക് കാണിച്ചത്. അപ്പൊ ഗൃഹസ്ഥാശ്രമ ജീവിതം എങ്ങനെ നയിച്ച് ഈശ്വരപ്രാപ്തി നേടാം? ഒരു ഗൃഹസ്ഥാശ്രമത്തിന്റെ ഒരു ഉദാത്തമായിട്ടൊരു മാതൃക കാണിച്ചു തരൂ എന്ന് പറഞ്ഞാല് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം ഈ പറഞ്ഞ 22 മുതൽക്കുള്ള 24 വരെയുള്ളതായിട്ടുള്ള 3 അധ്യായങ്ങളിൽ കർദമചരിതം എടുത്ത് നന്നായിട്ട് പഠിക്കൂ, അക്ഷരം പ്രതി പഠിക്കൂ. നിങ്ങൾക്കറിയാം എന്താണ് ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതമെന്ന്. ഹൗ ടു ലീഡ് എ ഹൗസ് ഹോൾഡ് ലൈഫ്. യു വിൽ ബി പ്രോപ്പർലി ഗൈഡഡ്. നല്ല മാതൃകയാണ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? നമ്മൾ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഓരോരുത്തരും സ്വകർമ്മങ്ങളെ കൊണ്ട് ഈശ്വരാരാധന ചെയ്ത് ആ പരമമായ മോക്ഷ പദവിയെ പ്രാപിക്കും. തീർച്ചയാണ്. ആ മോക്ഷ പദവിക്കുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന്റെ മാതൃകയാണ് കർദമന്റെ ജീവിതം. നോക്കുക. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുതം സമാസിഷേവേ. അപ്പൊ മനുവിന്റെ ആ സ്വയംഭുവ മനുവിന്റെ അതേ സമയത്ത് കർദമൻ എന്ന പേരുള്ള ദ്രുഹിണന്റെ ഛായയിൽ നിന്ന് ഭവിച്ചവനായിട്ടുള്ള ആ കർദമ പ്രജാപതി തദീയ വാച ധൃതസർഗരസഃ. തദീയ വാച എന്ന് പറയുന്നത് ഇവിടെ ദ്രുഹിണസ്യ വാച, ബ്രഹ്മണഃ വാച, ബ്രഹ്മാവിന്റെ വാക്ക് കേട്ട് ധൃതസർഗരസഃ. ധൃതസർഗരസഃ, ഉള്ളിൽ സർഗം ചെയ്യുവാൻ, സൃഷ്ടി ചെയ്യുവാനുള്ള രസം ഉള്ളിൽ ധരിച്ചവനായി. ഉള്ളിൽ തൽപരനാണ്. ഏത് കാര്യത്തിന്? പ്രാജാപത്യം എന്നുള്ള പ്രവൃത്തിക്ക്, ഗൃഹസ്ഥാശ്രമത്തിലൂടെ സന്തതികളെ വളർത്താൻ താല്പര്യമുള്ള ആളായി. ആര്? കർദമ പ്രജാപതി. ആരാ അദ്ദേഹത്തിനെ അതിന് ഓർമ്മപ്പെടുത്തിയത്, പ്രേരിപ്പിച്ചത്? ബ്രഹ്മദേവൻ. ഇപ്പൊ ബ്രഹ്മദേവൻ താൻ മക്കളെ സൃഷ്ടിച്ചപ്പോൾ ഓരോരുത്തരോടും പറയുന്നുണ്ട്, മക്കളെ ദാ എന്നെ പോലെ ആവൂട്ടോ, എന്റെ മാതൃക പിന്തുടരൂ, ഞാൻ സൃഷ്ടി ചെയ്യുന്നത് കണ്ടില്ലേ, നിങ്ങളും ഇതുപോലെ സൃഷ്ടി ചെയ്യൂട്ടോ, എന്നെ സഹായിക്കൂട്ടോ എന്ന് ബ്രഹ്മദേവൻ തന്റെ മക്കളോട് പറയാറുണ്ട്. അങ്ങനെയാണ് ആദ്യം സനകാദികളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ. അതാണ് നിവൃത്തി എന്ന് പറഞ്ഞത്. സനകാദികൾ പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിടൂ, ഞങ്ങൾ ജ്ഞാനത്തിൽ രമിച്ചുകൊണ്ട് സനകന്മാരായി, സനൽ കുമാരന്മാരായി, ഞങ്ങള് സ്വതന്ത്രരായി സഞ്ചരിക്കാൻ പോവാണ്, വിരക്തന്മാരായി സഞ്ചരിക്കാൻ പോവാണ്, ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിടൂ എന്ന് അവർ പറഞ്ഞു. രുദ്രൻ അച്ഛൻ പറഞ്ഞപ്പോൾ കേട്ടു. അത് കഴിഞ്ഞ് ഉണ്ടായവരാണ് പ്രജാപതിമാര്. ആ പ്രജാപതിമാരോടും പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ സഹായിക്കുന്നു പറഞ്ഞപ്പോൾ പ്രജാപതിമാരും അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സൃഷ്ടി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല,
ഞങ്ങൾ കാത്തിരിക്കാം, ഞങ്ങൾക്ക് ഓരോ പാർട്ട്നേഴ്സിനെ കിട്ടണം, അതിനുവേണ്ടി ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഈശ്വരനെ തപസ് ചെയ്യാം, അങ്ങനെ ഞങ്ങൾ ദമ്പതികളായിട്ട് സൃഷ്ടി നടത്താം എന്ന് അച്ഛന് വാക്കുകൊടുത്തു. അങ്ങനെയാണ് അവർ കാത്തിരിക്കുന്നത്. അവർ ഈശ്വരനെ ഭജിക്കുന്നു, തപസ് അനുഷ്ഠിക്കുന്നു. എന്തിനാ? ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി. ആ ഗൃഹസ്ഥാശ്രമ ജീവിതം വേണ്ട പോലെ ആവാൻ ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അവർ ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ധൃത സർഗരസഹ, സർഗത്തിൽ രസം ധരിച്ചവനായിട്ട്, ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് വേ ഓഫ് ലൈഫ്, അല്ലേ? സൃഷ്ടി ചെയ്തുകൊണ്ട് സർഗവാസനകളോടുകൂടെ തൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള വാസനകളെ പ്രകടിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്തു? നിസർഗരമ്യം ഭഗവൻ ത്വാം അയുധം സമാഹ ശിഷേവേ. ഭഗവൻ എന്നുള്ളത് ഗുരുവായൂരപ്പനെ സംബോധനയാണ് മേൽപ്പത്തൂർ. ഹേ ഭഗവൻ, ഗുരുവായൂരപ്പ, നിസർഗരമ്യം ത്വാം, നിസർഗരമ്യം ത്വാം. നിസർഗരമ്യം എന്ന് പറഞ്ഞാലോ നൈസർഗികേന രമ്യനായവനെ എന്ന് പറഞ്ഞാലോ സ്വാഭാവികമായിട്ട്, നൈസർഗികം എന്ന് പറഞ്ഞാൽ നാച്ചുറലി, ആ നാച്ചുറലി രമ്യനാണ് ആര്? അങ്ങ് ഗുരുവായൂരപ്പ. എന്താ? ഭഗവാൻ ആരാ? സച്ചിദാനന്ദ മൂർത്തിയാണല്ലോ. അപ്പൊ സച്ചിദാനന്ദ മൂർത്തിയായ അങ്ങയെ അയുധം സമാഹ, അയുധം 10,000, സമാഹ സംവത്സരാഹ, ശിഷേവേ, ശിഷേവേ സേവിക്കുക എന്നുള്ള രൂപമാണ് സേവധാതു. അതിൻ്റെ ലിട്ടാണ് ശിഷേവേ, സേവിച്ചു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നന്നായി സേവിച്ചു. 10,000 സംവത്സരം ഗുരുവായൂരപ്പ അങ്ങയെ ധ്യാനിച്ചും പൂജിച്ചും കഴിച്ചുകൂട്ടി. അദ്ദേഹം എങ്ങനെയാ കഴിച്ചുകൂട്ടി വെച്ചാൽ ഇദ്ദേഹം ബ്രഹ്മചാരിയായിക്കൊണ്ട് ഭഗവാനെ പൂജകൾ ചെയ്തുകൊണ്ട്, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള പൂജകൾ ചെയ്തുകൊണ്ടാണ് സേവിച്ചത്. ദ്രവ്യമയമായ ഹോമങ്ങളും പൂജകളും നടത്തി ഭഗവാനെ ആരാധിച്ചുകൊണ്ട് 10,000 വർഷം അദ്ദേഹം കഴിച്ചുകൂട്ടി. എന്തിനായിക്കൊണ്ട്? തൻ്റെ അവസരം കാത്ത്. എന്തിനാ? വിവാഹം കഴിക്കാനും ദാമ്പത്യത്തിൽ ഏർപ്പെടാനും സന്തതികളെ ജനിപ്പിക്കാനും ഒക്കെ ആയിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. തൻ്റെ വാസനകൾ ഉള്ളിലുണ്ട്. ആ വാസനകളെ പ്രകടിപ്പിക്കുവാനുള്ള ഉചിതമായ അവസ്ഥ വന്നു ചേരാൻ കാത്തിരുന്നു. അടുത്ത ശ്ലോകം. അങ്ങനെയുള്ള തപസ് ചെയ്ത കർദമന് മുമ്പിൽ ഭഗവാൻ ഗരുഡവാഹനനായി പ്രത്യക്ഷനായി. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണി പദ്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണി പദ്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഭഗവാൻ ആ കർദമനായിക്കൊണ്ട് തൻ്റെ വപുസ്സിനെ ആവിഷ്കരിച്ചു, പ്രകാശിപ്പിച്ചു, പ്രകടമാക്കി എന്നാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ എങ്ങനെയായിട്ട് ഭഗവാൻ വന്നു എന്ന് വർണ്ണിക്കുകയാണ്. ഗരുഡോപരി, ഗരുഡന്റെ പുറത്ത് ഗരുഡവാഹനനായിട്ട് ഭഗവാൻ വന്നു. കാളമേഘ കമ്രം, ഭഗവാന്റെ വപു ആവിഷ്കുരുഷേ എന്നാ പറഞ്ഞത്. വപുസ്സിനെ അങ്ങ് ആവിഷ്കരിച്ചു, അങ്ങ് മൂർത്തിയെ കാണിച്ചു കൊടുത്തു. ആർക്ക്? കർദമനായിക്കൊണ്ട്, കർദമായ. അപ്പൊ ആ വപുസ്സിന്റെ വിശേഷണമാണ്. ആ വപുസ് ഗരുഡന്റെ പുറത്തിരുന്നു കൊണ്ട് കാളമേഘ കമ്രം, കാളമേഘം കാലമേഘം തന്നെ, കറുത്ത മേഘം കാർമേഘം, കാർമേഘം പോലെ കമ്രം എന്നാൽ മനോഹരം. അപ്പൊ കാർമേഘത്തിന്റെ കാന്തിയുള്ളതും മഴക്കാറ് പോലെ മനോഹരമായതും വിലസത് കേളി സരോജ പാണി പദ്മം, ഭഗവാനെ വർണ്ണിച്ചതാണ്. ഭഗവാന്റെ പാണിയില് പദ്മമുണ്ട്, ഒരു താമരയുണ്ട്. അത് പാണിപത്മം എന്നുള്ളത് കയ്യാകുന്ന താമര. അതിലെന്തുണ്ട്? ഒരു സരോജമുണ്ട്. ഏത് സരോജം? കേളി സരോജം. ഒരു സരോജത്തിൽ മറ്റൊരു സരോജം ഇരിക്കുന്നു എന്ന് ഇവിടെ പറയാം. വിലസത് കേളി സരോജ പാണി പത്മം. അപ്പൊ സരോജം പത്മം രണ്ടുണ്ട്. അല്ല, പത്മം എന്നുള്ളത് പാണിക്ക് ചേർന്നത്. പാണിയാകുന്ന പത്മത്തിൽ കരകമലത്തിൽ അങ്ങ് മറ്റൊരു കമലം പിടിച്ചുകൊണ്ട്, താമരയുടെ മുകളിൽ താമര,
ഏത് താമരയാണ് ഇവിടെ? കേളി സരോജം. കേളി സരോജം എന്ന് പറഞ്ഞാൽ ക്രീഡയായിട്ട് കയ്യിലൊരു താമരയും പിടിച്ച് കറക്കിക്കൊണ്ട് വന്നു ഭഗവാൻ എന്നർത്ഥമാണ്. ഗരുഡന്റെ പുറത്ത് കർദമനെ കാണാൻ വരുമ്പോൾ കേളി സരോജം കയ്യിലുണ്ട് എന്ന് വെച്ചാൽ കയ്യിലൊരു താമരയും പിടിച്ച് വിലസിക്കുന്ന പ്രകാശിക്കുന്ന ഒരു കേളി സരോജവുമായിട്ട് ആ പാണിയോടുകൂടി ഭഗവാൻ പ്രത്യക്ഷനായി. ഹസിതോല്ലസിതാനനം, ഭഗവാനെ വിശേഷിപ്പിച്ചതാണ് ഹസിതം കൊണ്ട് ഉല്ലസിതമായ ആനനത്തോടുകൂടി. ഹസിതം മന്ദഹാസം. അപ്പൊ മന്ദഹാസം പുഞ്ചിരിയുടെ ഉല്ലാസം കൊണ്ട് പ്രഭ കൊണ്ട് ശോഭിക്കുന്ന ആനനം, ഉല്ലസിതമായ ആനനം, പുഞ്ചിരിപ്രഭ കൊണ്ട് പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവനുമായ അങ്ങയുടെ ആ വപുഹു ത്വം ആവിഷ്കുരുഷേസ്മ. ആവിഷ്കുരുഷേ എന്നുള്ളത് വർത്തമാനക്രിയയാണ്. അങ്ങ് ആവിഷ്കരിക്കുന്നു എന്ന്. പക്ഷെ അവിടെ സ്മ എന്ന് ചേർത്തപ്പോൾ പാസ്റ്റ് ടെൻസ് ആയി മാറിയത്. സ്മ എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ. അപ്പൊ ആവിഷ്കുരുഷേ സ്മ, അങ്ങ് ആവിഷ്കരിച്ചു ഇത്രേ, അങ്ങ് ആ കർദമന് പ്രത്യക്ഷമായി ഇത്രേ എന്ന് ഞാൻ കേട്ടിരിക്കണു ഭാഗവതത്തില്. ശരിയാണോ ഗുരുവായൂരപ്പ എന്ന് ചോദിക്കും പോലെ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ഡയലോഗിലാണ്. അങ്ങ് ഇങ്ങനെ ഉണ്ടായി എന്ന് കേട്ടിരിക്കണു ഞാൻ, ശരിയാണോ എന്ന്. അപ്പൊ ഭഗവാൻ അവിടെ ഇരുന്ന് തലയാട്ടിട്ടുണ്ടാവും ശരിയാണ് എന്നുള്ള മട്ടില്. മേൽപ്പത്തൂരെ സംഭവം ശരിയാണ്. വപുരാവിഷ്കുരുഷേസ്മ, അങ്ങ് വപുസിനെ കാണിച്ചു കൊടുത്തു അത്രേ കർദമനായിക്കൊണ്ട്. അല്ലയോ വിഭോ എന്ന് വിളിച്ചപ്പോ അങ്ങ് സർവവ്യാപിയാണ്, അതേസമയം അങ്ങ് സർവശക്തനായതുകൊണ്ട് അങ്ങേക്ക് ഏത് രൂപത്തിലും വരാം. അപ്പൊ അങ്ങ് കർദമൻ ആഗ്രഹിച്ച രൂപത്തില് കർദമന്റെ മുമ്പിൽ ഗരുഡവാഹനനായി ആ കാളമേഘ വർണ്ണത്തോടു കൂടിയവനായിട്ട് മന്ദഹാസം കൊണ്ട് പ്രകാശിക്കുന്ന മുഖത്തോടും കയ്യിലൊരു താമരയോടും കൂടി കേളി പത്മത്തെ കയ്യിൽ കറക്കിക്കൊണ്ട് അവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി എന്ന് ഞാൻ കേട്ടിരിക്കണു ഭാഗവതത്തില്. ശരിയല്ലേ എന്നാണ് അർത്ഥം. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണി പദ്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ആ ഭഗവാൻ വന്നപ്പോൾ കർദമൻ ഭഗവാനെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകം. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂത്. നിർഗതോ ഭൂഹു, മധ്യമപുരുഷനാണ്, ഭൂഹു നേടൂ. സ്തുവദേ പുളകാവൃതായ തസ്മൈ, തസ്മൈ അവനായിക്കൊണ്ട്, ആർക്കായിക്കൊണ്ട്? കർദമായ ആ കർദമനായിക്കൊണ്ട്. എങ്ങനെയുള്ളവനായിരുന്നു കർദമൻ അപ്പോൾ? പുളകാവൃതായ, ഭഗവാനെ കണ്ടതുകൊണ്ട് ശരീരം മുഴുവൻ പുളകം കൊണ്ട് രോമാഞ്ചം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. ഒരു കമ്പിളിപ്പുതപ്പ് പുതച്ചതുപോലെ ഈ അദ്ദേഹത്തിന്റെ ശരീരം. എങ്ങനെ? അദ്ദേഹത്തിന്റെ തന്നെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പുളകാവൃതനായിട്ട് രോമാഞ്ച കഞ്ചുകിതനായിട്ടുള്ള ആ കർദമൻ സ്തുവതേ, സ്തുവതേ തസ്മൈ, സ്തുതിക്കുന്നവനായ അവനായിക്കൊണ്ട് എന്നർത്ഥമാണ്. സ്തുവതേ തസ്മൈ, സ്തുതി ചെയ്യുന്നവനായ ഭഗവാനെ സ്തുതിച്ചു ഗംഭീരമായിട്ട് വേദസാരമായിട്ടുള്ള പദങ്ങളെ കൊണ്ട് ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള ആ കർദമനായിക്കൊണ്ട് ഭഗവാൻ വരം കൊടുത്തു. അനുഗൃഹ്യ എന്ന് പറയുന്നുണ്ട്. അനുഗ്രഹിച്ചിട്ട് അങ്ങ് നിർഗതനായില്ലോ, ഭഗവാനെ പോയില്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് അനുഗ്രഹിച്ചത്? മനുപുത്രീം ദയിതാം, ആദ്യത്തെ അനുഗ്രഹം. ആ ഭഗവാൻ ഗരുഡവാഹനായിട്ട് വന്ന് കർദമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർദമൻ സ്തുതിച്ചപ്പോ ഭഗവാൻ തന്നെ കർദമനോട് സ്വയം അങ്ങോട്ട് പറയുന്നു, അല്ലയോ അങ്ങയുടെ ചിത്തത്തിലുള്ളത് ഞാൻ അറിയുന്നു. തവ ചൈത്യം വിജാനാമി എന്നുള്ളൊരു പ്രയോഗമാണ് അവിടെ. തവ ചൈത്യം വിജാനാമി, ചൈത്യം എന്ന് പറഞ്ഞാൽ ചിത്തസംബന്ധിയായത്, അങ്ങയുടെ ഉള്ളിലിരിപ്പ്. ഐ നോ വാട്ട് യു മീൻ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ തപസ്? എന്താണ് അങ്ങ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്?
അങ്ങയുടെ ചിത്തത്തിലിരിക്കുന്ന വാസനകളെക്കുറിച്ച് ഞാൻ അറിയുന്നു എന്നാണ് അർത്ഥം. എന്താണ് അങ്ങയുടെ സ്വഭാവം, എന്താണ് അങ്ങയുടെ വാസനകൾ, അതിനനുസരിച്ചിട്ടുള്ള അനുഗ്രഹം ഞാൻ തരാട്ടോ. അങ്ങ് എന്തിനു വേണ്ടിയാ എന്നെ തപസ് ചെയ്തത്, എന്താഗ്രഹിച്ചിട്ടാണ് തപസ് ചെയ്തതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലേ, ആയിക്കോട്ടെ, ഒരു യോഗ്യയായിട്ടുള്ള ഒരു പുത്രി, ഒരു കന്യകയെ തന്നെ തരാം. ലോകത്തിലുള്ള പ്രഗത്ഭന്മാരൊക്കെ കൊതിച്ചവളാണ് അവള്. ഈ മനുവിന്റെ സ്വയംഭൂ മനുവിന്റെ പുത്രിയായ ദേവഹൂതി, അവള് മട്ടുപ്പാവില് തലമുടി നേരാക്കി കൊണ്ടിരുന്നതായിട്ടുള്ള സമയത്ത് ഗന്ധർവന്മാരുടെ രാജാവായിട്ടുള്ള വിശ്വാവസു വിമാനത്തിലൂടെ മുകളിലൂടെ പോകുന്നതായിട്ടുള്ള സമയത്ത് താഴെ ഈ സുന്ദരിയെ കണ്ട് വിമാനത്തിൽ നിന്ന് മോഹാത്സ്യപ്പെട്ട് വീണു. ഗന്ധർവ രാജാവ് അപ്സരസുകളുടെ നടുവിൽ കളിക്കുന്ന ആള്. അപ്പൊ അപ്സരസുകളെക്കാൾ എത്രയോ ഇരട്ടി സുന്ദരിയാണ് ആര്, ദേവഹൂതി എന്നർത്ഥം. അങ്ങനെ എല്ലാവരും കാമിച്ചു പോകുന്നതായിട്ട് ആ സുന്ദരിയായ ദേവഹൂതിയെ പലരും ചോദിച്ചപ്പോൾ ദേവഹൂതി പറഞ്ഞു, ഞാൻ ആർക്കും എൻ്റെ മനസ്സ് കൊടുക്കില്ല. എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്. ആരാണ്? ഈ കർദമന്റെ തപസ്സിനെ കുറിച്ചും കർദമനെ കുറിച്ചും ഒക്കെ ഈ ദേവഹൂതി നാരദാദികളിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണു അത്രേ. അങ്ങനെ ഈ കർദമനെ തന്നെ തനിക്ക് ഭർത്താവായി വേണമെന്ന് ദേവഹൂതിയും സങ്കല്പിച്ചു. അത് അച്ഛനോട് തുറന്നു പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ അച്ഛൻ മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നീട് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പൊ ആ കഥയാണ് ഇവിടെ സൂചിപ്പിക്കാൻ പോണം. അപ്പൊ മനുപുത്രേം ദയിതാം, പ്രിയതമയായ ദയിതയായ മനുപുത്രിയെയും ഭാര്യയായിട്ട്, നവാബി പുത്രീഹി 9 പുത്രിമാരെയും, അരുന്ധതി അനസൂയ മുതലായി 9 പുത്രിമാരുണ്ടാവാൻ പോണ്ട് ഈ ദേവഹൂതിക്കും ഈ കർദമ പ്രജാപതിക്കുമായിട്ട്. 9 പ്രജാപതിമാരുടെ ഭാര്യമാരാവാൻ പോകുന്നവർ. അപ്പൊ ആ 9 പുത്രിമാരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങേക്ക് 9 പുത്രിമാരുണ്ടാവും. തീർന്നില്ല. അടുത്ത വരം കപിലം ച സുതം സ്വമേവ. സ്വമേവ കപിലം ച സുതം, താൻ തന്നെ ഭഗവാൻ തന്നെ കപിലൻ എന്ന പുത്രനായിട്ട് ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് വരാം എന്നും ഭഗവാൻ വരം കൊടുത്തു, വാക്ക് കൊടുത്തു. കപിലം ച സുതം സ്വമേവ. പിന്നെയോ പശ്ചാത് അഡീഷണൽ ആയിട്ട് പിന്നെ സ്വഗതിം ചാപി, സ്വഗതിം ചാപി, സ്വഗതിയെ ഭഗവൽ ഗതിയെ, ഭഗവൽ പ്രാപ്തിയെ, മോക്ഷപ്രാപ്തിയെയും അനുഗ്രഹ്യ, അഡീഷണൽ ആയിട്ട് അതും അനുഗ്രഹിച്ച്, നിർഗതോഭൂഹു. ഗുരുവായൂരപ്പ, അങ്ങ് നിർഗതനായി ഭവിച്ചുവല്ലോ, അങ്ങ് പോയല്ലോ, അങ്ങ് അന്തർദാനം ചെയ്തുവല്ലോ. അങ്ങ് കർദമന്റെ മുമ്പിൽ പ്രസാദിച്ച് ഗരുഡവാഹനനായി വന്ന് ആ കർദമന്റെ സ്തുതി കേട്ട് സന്തോഷിച്ച് കർദമന്റെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കി, കർദമന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി, കർദമന് ഉത്തമമായിട്ടുള്ള ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ അങ്ങ് ദാനം ചെയ്തു. ഉത്തമയായ പത്നി ആ സ്വയംഭൂമനുവിന്റെ മകളായ ദേവഹൂതി ദേവിയെയും അവരിൽ 9 പെൺകുട്ടികളെയും പിന്നീട് 10ാമനായി താൻ തന്നെ കപിലൻ എന്ന പേരിൽ അവതരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങ് അന്തർദാനം ചെയ്തുവല്ലോ എന്നാണ്. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭി പുത്രീഹി കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. ഭഗവാൻ ആ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നേക്ക് മറ്റന്നാൾ പരശ്വഹ എന്ന് പറഞ്ഞു. പരശ്വഹ ആഗമിഷ്യതി കഹ സ്വയംഭുവ മനുഹു കയാസാർദ്ധം ദേവഹൂത്യാസാർദ്ധം ആഗമിഷ്യതി. ദേവഹൂതിയോടുകൂടി ആ സ്വയംഭുവ മനു വരും മറ്റന്നാ. അദ്ദേഹം അങ്ങേക്ക് കന്യാദാനം ചെയ്യും. അങ്ങ് കാത്തിരുന്നോളൂ, എൻ്റെ വാക്ക് സത്യമാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ച് അന്തർദാനം ചെയ്തു. ആ കർദമ പ്രജാപതി കാത്തിരിക്കുകയാണ് അതേ സ്ഥലത്ത്. അദ്ദേഹം തപസ് ചെയ്യുന്ന സ്ഥലം സരസ്വതീ നദിയുടെ തീരമാണ്. ആ സരസ്വതീ നദിയുടെ തീരത്ത് ഇദ്ദേഹം തപസ് ചെയ്യുന്നിടത്ത് ഭഗവാൻ ഗരുഡവാഹനായി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ തപസ് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരമൊക്കെ കുറച്ച് നല്ലോണം മെലിഞ്ഞിട്ടുണ്ട്. തപസ്സിന്റെ ആ ഒരു തേജസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് കണ്ട് 10,000 വർഷം ദൃഢമായിട്ട് തപസ്സനുഷ്ഠിച്ചുല്ലോ. അപ്പൊ അത് കണ്ടിട്ട് ആ ഭഗവാന്റെ കണ്ണിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ആ ഭഗവാന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ ബിന്ദുക്കൾ അവിടെ വീണ്
ആ സരസ്വതിയുടെ ആ ഭാഗത്ത് ഒരു സരസ്സുണ്ടായി, ഒരു വലിയ ജലാശയം. ആ സരസിന്റെ പേര് ബിന്ദു സരസ് എന്നായി. കാരണം ഭഗവാന്റെ കണ്ണുനീർ ബിന്ദുക്കൾ വീണ സ്ഥലം, ഭഗവാന്റെ ആനന്ദാശ്രുക്കൾ വീണതായിട്ടുള്ള സ്ഥലം ബിന്ദു സരസ്. ആ ബിന്ദു സരസിന്റെ തീരത്താണ് നമ്മുടെ കർദമ പ്രജാപതിയുടെ റെസിഡൻസ്, അദ്ദേഹത്തിന്റെ പർണശാല. അദ്ദേഹം താമസിക്കുകയാണ് അവിടെ വീണ്ടും തന്റെ തപസ് അഥവാ തന്റെ പൂജാദികൾ തുടർന്നുകൊണ്ട്. ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജീവിതശൈലിക്ക് മാറ്റമൊന്നും വരുത്തിയില്ല. ദ സെയിം വേ ഹി കണ്ടിന്യൂഡ്. അതേ രീതിയിൽ പൂജകളും ആരാധനകളും ധ്യാനങ്ങളുമായിട്ട് അദ്ദേഹം കഴിച്ചുകൂട്ടി. അദ്ദേഹം കാത്തിരുന്ന പോലെ 2-ാം ദിവസം അതാ വരുന്നു ഒരു സ്വർണരഥത്തിൽ മനുവും ഭാര്യയായ ശതരൂപാദേവിയും മകളായ ദേവഹൂതിയും. ഈ മഹാത്മാവിന്റെ ആശ്രമത്തിലേക്ക് വരുന്നത് കൊണ്ട് മനു തന്റെ രഥത്തെ വളരെ ദൂരെ നിർത്തി ഇറങ്ങി കാൽനടയായി ഏകനായി വരികയാണ്. തന്റെ ഭാര്യയെയും മകളെയും രഥത്തിലിരുത്തി. കാരണം ഇദ്ദേഹത്തിന്റെ സമ്മതം അറിഞ്ഞിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. ഒരു തപസ്വിയുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്മതം ചോദിക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം സ്ത്രീകളൊക്കെ വരാനായിട്ട്. അതുകൊണ്ട് മനു ഏകനായിട്ട് വരികയാണ്. പിന്നീടാണ് അവരെ വിളിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അവര് രഥത്തിൽ ഇരിക്കുകയാണ്. ആ മനുവിന്റെ വരവാണ് 5-ാം ശ്ലോകം. സമനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവധീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രദീക്ഷം. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവധീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. സമനുഹു, ദ സെയിം മനു, സ്വയംഭുവ മനു, ശതരൂപയാ മഹിഷ്യ, ശതരൂപയാകുന്ന തന്റെ പട്ടമഹിഷിയോടുകൂടെ, തന്റെ രാജ്ഞിയോടുകൂടെ, ഗുണവത്യാ സുതയാച്ച ദേവഹൂത്യ, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഏറ്റവും ശ്രേഷ്ഠയായ കന്യകയായ സുതയാ പുത്രിയായ ദേവഹൂത്യാ സഹ, ദേവഹൂതിയോടും കൂടെ, ഭവതീരിത നാരദോപനിഷ്ഠഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. ഇവിടെ ഭവതീരിത നാരദോപദിഷ്ടഃ, ഭവധീരിതം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ കർദമന് അനുഗ്രഹമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം നാരദൻ ചെന്ന് മനുവിനോട് പറഞ്ഞു. അതേ, അങ്ങയുടെ മകളായ ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് കൊടുക്കാനാണ് ഭഗവാന്റെ ഒരു സങ്കല്പം. ഭഗവാൻ അവിടെ വാക്കു കൊടുത്തു കേട്ടോ, ഇനി മാറ്റരുത് കേട്ടോ എന്ന മട്ടില് നാരദൻ ചെന്ന് സ്വയംഭുവനോട് പറഞ്ഞു. അപ്പൊ ഭവതീരിത നാരദോപദിഷ്ട, ഇനി ഭവതീരിതം എന്ന് പറഞ്ഞാൽ അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായ നാരദനാൽ ഉപദേശിക്കപ്പെട്ട്. അപ്പൊ നാരദൻ നേരത്തെ തന്നെ ഈ എന്താ പറയുക, ദേവഹൂതി ദേവിക്കും ഈ കർദമനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് കർദമനെ കുറിച്ച് ഉള്ളിൽ ബഹുമാനം വളർത്തിയിട്ടുണ്ട്. അങ്ങനെ കർദമനെ തന്നെ ഭർത്താവായി വേണമെന്ന് ഉള്ളിലുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ആ ദേവഹൂതിയെ നാരദന്റെ നിർദ്ദേശപ്രകാരം സ്വയംഭുവ മനുവും സന്തോഷപൂർവ്വം ആ തൻ്റെ മകളെയും കൊണ്ട് ഈ തപസ്വിയായ ബ്രാഹ്മണോത്തമനായിട്ടുള്ള കർദമ പ്രജാപതിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങേരെ എങ്ങനെ ഇരിക്കണോ? കർദമം ആഗതി പ്രതീക്ഷം, ആഗതിയെ പ്രതീക്ഷിക്കുന്നവൻ. തൻ്റെ ഗൃഹത്തിലേക്ക് ഇങ്ങനൊരു എന്താ പറയുക, ഗസ്റ്റുകള് സമാനവുമായിട്ട് വരുന്നതും കാത്തിരിക്കുന്ന ആ കർദമന്റെ അടുത്തേക്ക് സമഗാത്, സമ്യക് അഗാത്, നന്നായി ഗമിച്ചു, ചെന്ന് ചേർന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങയുടെ പ്രേരണ കൊണ്ട് നാരദ മഹർഷിയാൽ നിർദ്ദേശിക്കപ്പെട്ടവനായിട്ടുള്ള മനു തൻ്റെ പുത്രിയായ ദേവഹൂതിയുമായിട്ട് തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, തൻ്റെ ആഗമത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കർദമന്റെ അടുത്തേക്ക് സംഗമിച്ചു. സമഗാത് എന്നുള്ളതിന് സംഗമിച്ചു. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവധീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. ആ കർദമനും ദേവഹൂതിയുമായിട്ടുള്ള ബ്രാഹ്മണ വിധിപ്രകാരമുള്ളതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അഷ്ടവിവാഹങ്ങളിൽ ഏറ്റവും
ഉത്തമമായിട്ടുള്ളതാണ്. ബ്രാഹ്മം എന്ന് പറയുന്നതായിട്ടുള്ള ബ്രാഹ്മണ സമ്പ്രദായ പ്രകാരമുള്ളതായിട്ടുള്ള വിധി, കന്യാദാനം. അർഹിക്കുന്നതായിട്ടുള്ള യോഗ്യനായ, നല്ലതുപോലെ വേദാന്തങ്ങളൊക്കെ പഠിച്ച് സമാവർത്തനം ചെയ്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള യോഗ്യനായ ഒരു ഉത്തമ ബ്രാഹ്മണന് കന്യകയായ തൻ്റെ പുത്രിയെ കന്യാദാനമായി വിധിപ്രകാരം കൊടുക്കുന്ന ചടങ്ങിനാണ് ബ്രാഹ്മം എന്നുള്ളതായിട്ടുള്ള വിവാഹ വിധി. അപ്പോൾ ആ ബ്രാഹ്മവിധി പ്രകാരം തന്നെ കന്യാദാനമായിട്ട് മനു മകളെ വന്ന് കൊടുക്കുന്നതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മനുനോ ബഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാ ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുനോ ബഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാ ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുനാ ഉപഹൃതാം ച ദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമഃ അസൗ. അസൗ കർദമഃ, ആ കർദമൻ. അസൗ എന്നുള്ളത് അവൻ എന്നും ആ എന്നും സൂചിപ്പിക്കാനുള്ള സർവനാമ ശബ്ദം. അസൗ കർദമഃ എന്ന് പറഞ്ഞാൽ ദറ്റ് സെയിം കർദമ, ഹി ഹിംസെൽഫ്. കർദമഃ എന്തുണ്ടായി? തരുണീരത്നം അവാപ്യ, തരുണീരത്നത്തെ പ്രാപിച്ചിട്ട്. എങ്ങനെയുള്ള തരുണീരത്നത്തെ? മനുനാ ഉപഹൃതാം ച, മനുവിനാൽ ഉപഹാരമാക്കി ചെയ്യപ്പെട്ടത്, മനുവിനാൽ സമ്മാനിക്കപ്പെട്ടവളായ കന്യാരത്നത്തെ, തരുണീരത്നത്തെ പ്രാപിച്ചിട്ട്. അവളുടെ പേര് പറഞ്ഞതാണ് ദേവഹൂതി. അപ്പൊ മനുവിനാൽ സമ്മാനിക്കപ്പെട്ട ദേവഹൂതി എന്ന തരുണീരത്നത്തെ പ്രാപിച്ചവനായിട്ടുള്ള ആ കർദമൻ എന്ത് ചെയ്തു? ഭവദർച്ചന നിർവൃതോപി തസ്യ ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. ഭവദർച്ചന നിർവൃതഃ, ഈ മനു അല്ല ഈ കർദമൻ പിന്നെയും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈല് അത് തന്നെ തുടർന്നു. ഏത്? ആ ഭഗവാനെ പൂജിച്ചുകൊണ്ട് തപസ്സിന് തുല്യമായിട്ടുള്ള ബ്രഹ്മചര്യം വിടാതെ തന്നെ കഴിച്ചുകൂട്ടി. അതാണ് ഭവദർച്ചന നിർവൃതഃ. അങ്ങയുടെ അർച്ചനത്തിൽ നിർവൃതനായിട്ട്, അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിലല്ലേ വേറെന്തെങ്കിലും അന്വേഷിക്കുള്ളൂ. അദ്ദേഹത്തിന് അതിൽ തന്നെ എല്ലാ പൂർണ്ണതയും ഉണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ ആരാധിച്ചുകൊണ്ട്, ഭഗവാനെ പൂജിച്ചുകൊണ്ട് നിർവൃതനായി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയതായിട്ടുള്ള അദ്ദേഹം ചിരകാലം താൻ വിവാഹം കഴിച്ച കാര്യത്തെക്കുറിച്ചേ ഓർമ്മിച്ചില്ല, ചിന്തിച്ചില്ല. താൻ വിവാഹിതനാണ്, തന്നെ ആശ്രയിച്ചുകൊണ്ട്, തന്നെ സ്നേഹിച്ചുകൊണ്ട്, തനിക്ക് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് തൻ്റെ കൂടെ ഒരു പതിവ്രതയുണ്ട് എന്ന് പോലും അദ്ദേഹത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ, അദ്ദേഹത്തിൻ്റെ പൂജാദികളും അദ്ദേഹത്തിൻ്റെ സ്നാനം, തർപ്പണം, ആരാധനകള്, ധ്യാനം മുതലായതിൻ്റെയൊക്കെ ഇടയിൽ ഹി ഫർഗോട്ട്. ആരെ? തന്നെ സേവിച്ചുകൊണ്ട് നിഴലുപോലെ നടക്കുന്ന ദേവഹൂതിയെ. കാരണം ദേവഹൂതിയും എന്ത് ചെയ്തില്ല? തൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് പാത്രങ്ങളൊന്നും ഇട്ട് ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇവിടെ അങ്ങനെ ഒരാളുള്ളത് ആർക്കെങ്കിലും വല്ല വിചാരമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് അവിടെ പാത്രങ്ങളൊന്നും ഇട്ട് ഉടച്ചില്ല. ആ കർദമന്റെ മുമ്പിൽ പോലും വന്നില്ല. കർദമൻ എന്താണോ ചെയ്യുന്നത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട്, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം പിന്നിൽ നിന്ന് ഒരുക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിഴൽ പോലെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്, ഏതേത് സമയത്ത് എന്ത് വേണമെന്ന് മനസ്സിലാക്കി ചുരുങ്ങിയ സമയം കൊണ്ട്. അങ്ങനെ ആ പതിവ്രതാരത്നമായ ദേവഹൂതി താൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും കർദമന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാതെ കർദമനെ ശുശ്രൂഷിച്ചുകൊണ്ട് എത്രയോ സംവത്സരങ്ങൾ കഴിഞ്ഞു എന്നാ, 50ഓളം സംവത്സരങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ വയസ്സായി രണ്ടു കൂട്ടർക്കും, അല്ലേ? അതുവരെയും ഇതേ ലൈഫ് സ്റ്റൈല് തന്നെ തുടർന്നു എന്നാ. അതാണ് ഭവദർച്ചന നിർവൃത അപി. ഭവദർച്ചന നിർവൃതനായിരുന്നു അദ്ദേഹം. പിന്നീട് യാദൃച്ഛികമായി അദ്ദേഹം ഒരിക്കൽ ദേവിയെ കണ്ടു തൻ്റെ മുമ്പിൽ. ഒരു ഉണങ്ങിയ ഒരു സ്ത്രീ, മുഷിഞ്ഞ വസ്ത്രം എന്ന് വെച്ചാൽ
മുഷിഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രമൊന്നും കൊടുത്തിട്ടില്ല. പണ്ട് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ കൊടുത്ത, സ്ത്രീധനം കൊടുത്ത വസ്ത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കീറിപ്പറിയാറായി എന്നർത്ഥം. അതുപോലെയുള്ളതായിട്ടുള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് ഒരു ഉണങ്ങിയതായിട്ടുള്ളൊരു സ്ത്രീ കണ്ടിട്ട് ആരാന്ന് അദ്ദേഹത്തിന് ആശ്ചര്യമായി. കാരണം പണ്ട് കണ്ട ആളൊന്നും അല്ലത്. അപ്സരസുകളെക്കാളും സുന്ദരിയായിരുന്ന ആ സുന്ദരി ഇപ്പത ഇങ്ങനൊരു ഉണങ്ങിയ ശരീരവും മലിന വസ്ത്രവുമായിട്ട് തപസ്വിനിയായിട്ടിരിക്കുന്നു. ഒരു തപസ്വിനിയെ കണ്ടു. അതാണ് തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. തസ്യാം അവളിൽ പ്രസാദം ദദൗ പ്രസാദത്തെ ധരിച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ നേരെ എന്തെന്നില്ലാത്തൊരു പ്രസാദം അദ്ദേഹത്തിനുണ്ടായി. കാരണം എന്താ? ദൃഢശുശ്രൂഷണയാ, അവളുടെ ദൃഢമായിട്ടുള്ള ശുശ്രൂഷണം കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് വേണോ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നിശബ്ദയായി സേവിച്ചിരിക്കുന്നു ഇത്രയും കാലം. താൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് പോലും പ്രകടിപ്പിക്കാതെ, ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ ശാന്തയായി ഈ തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ച പതിവ്രത രത്നം, ആ ദേവിയുടെ ശുശ്രൂഷണയിൽ ഇദ്ദേഹം പ്രസാദം ദദൗ പ്രസാദത്തെ ധരിച്ചു. അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ സ്വയംഭുവ മനു മകൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ട് പോണ്ട്. എന്തൊക്കെയാ പറയണത്? ഭർത്താവിനെ ശുശ്രൂഷിക്കുക, ഭർത്താവിൻ്റെ ഇംഗിതം എന്താണോ, ഇച്ഛ എന്താണോ അതറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സേവിക്കുക, അതാണ് പതിവ്രതാ ധർമ്മം എന്ന് പറഞ്ഞ്, അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ ഫോൺ ചെയ്യട്ടോ, ഞാൻ വണ്ടി അയക്കാന്ന് പറഞ്ഞില്ല. ഇന്നത്തെ അച്ഛനമ്മമാരെ പോലെ, ഇന്നത്തെ മൂഢന്മാരായിട്ടുള്ള അച്ഛനമ്മമാര് മക്കളെ ഒരുമിച്ച് വല്ലാതെ വഷളാക്കി വളർത്തി, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന നിർദ്ദേശം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ഫോൺ ചെയ്തോ, കാർ അയക്കാം. ഇന്ന് കേരളത്തിലും ഹിന്ദുക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഡൈവോഴ്സിന്റെ എണ്ണം കൂടി വരുന്നു. സമ്പന്നരുടെ ഇടയിൽ, വിദ്യാസമ്പന്നരുടെ ഇടയിൽ എത്രയാ ഡൈവോഴ്സുകൾ. കോടതികൾ തികയുന്നില്ല. കുടുംബ കോടതികളുടെ എണ്ണം പോരാ. ഓരോ പഞ്ചായത്തിലും ഓരോ കോടതി വേണ്ട അവസ്ഥയാണിപ്പോൾ. ഏറ്റവും ഉയർന്ന സമൂഹത്തിലാണ് വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരെന്നും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കൂട്ടം. തെറ്റിദ്ധാരണയേ ഉള്ളൂ. വാസ്തവത്തിൽ എന്താ സംസ്കാരം എന്നൊന്നും അറിയില്ല. കാറിൽ നടന്നതുകൊണ്ടോ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ടോ, ഫാഷൻ പരേഡുകൾ നടത്തിയതുകൊണ്ടോ, പാർട്ടികളിൽ പങ്കെടുത്തതുകൊണ്ടോ ഒന്നും സംസ്കാരമാവില്ല. അപ്പൊ ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ഈ സമൂഹത്തിന്റെ ഇടയിലാണ്, വിദ്യാസമ്പന്നരുടെ ഇടയിലാണ് ഏറ്റവും അധികം ഡൈവോഴ്സ് വർദ്ധിച്ചു വരുന്നത്. കാരണം അല്പം പോലും ടോളറേറ്റ് ചെയ്യാൻ സന്നദ്ധരല്ല. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഇട്ടെറിഞ്ഞു പോകുന്ന സമ്പ്രദായം, വലിച്ചെറിഞ്ഞു പോകുന്ന സമ്പ്രദായം. ഒന്നും പഠിപ്പിച്ചിട്ടില്ല അച്ഛനമ്മമാര്. പെൺകുട്ടികളെ അമിതമായി ലാളിക്കണം വേണ്ട എന്ന് പറഞ്ഞില്ല, പക്ഷെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുകയും വേണം. കൂടെ സംസ്കാരം പകർന്നു കൊടുക്കുകയും വേണം. ലാളനയൊക്കെ വേണം, വേണ്ടാന്ന് പറയുന്നില്ല. ലാളിച്ചോളൂ, ഒരുമിച്ചോളൂ, സ്നേഹിച്ചോളൂ, ഒപ്പം സംസ്കാരവും പകർന്നു കൊടുക്കണം. ടോളറൻസ് അത് ആദ്യം പഠിപ്പിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ അവർക്ക് ഭാരമാവാതിരിക്കാനും നമ്മളാലാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ളതായിട്ടുള്ള ഒരു സംസ്കാരം ഏത് കുട്ടികളിൽ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടു കൂട്ടർക്കും നമ്മൾ വളർത്തി കൊടുക്കണം. ചുറ്റുപാടുകളെക്കുറിച്ച് ബോധമുള്ളവരായിട്ട് വളരണം. അല്ലാതെ താൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് എന്നുള്ള വിചാരമാണ് ഈ കുട്ടികൾക്കുള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അവനവൻ്റേതായിട്ടുള്ളൊരു ലോകത്ത് അവരൊതുങ്ങിക്കൂടിയിരിക്കുകയാണ്. സ്വാർത്ഥതയുടെ ലോകത്ത്, സെൽഫ് സെന്റേർഡ്, തന്നെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. സെൽഫ് സെന്റേർഡ്. എന്നെ ആളുകൾ ബഹുമാനിക്കുന്നുണ്ടോ, എന്നെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ ആഗ്രഹിച്ചതൊക്കെ ആളുകൾ ചെയ്തു തരുന്നുണ്ടോ, ഇങ്ങനെ ഡിമാൻഡിങ് ആണ്. അല്ലാതെ അങ്ങോട്ടേക്ക് കൊടുക്കാൻ തയ്യാറില്ല. താൻ ചുറ്റുപാടുകളോട് കടപ്പാടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ, എൻ്റെ ചുറ്റും ഒരുപാട് പേരുണ്ട്, അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, അവരുമായിട്ട് ഞാൻ സഹകരിക്കണം, സ്നേഹിക്കണം, പങ്കുവെക്കണം
അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കി പരമാവധി അതിനനുസരിച്ച് ഞാൻ എന്നെ ട്യൂൺ ചെയ്യണം. അതാണായാലും പെണ്ണായാലും വേണം, രണ്ടു കൂട്ടരും വേണം. അങ്ങനെയുള്ള ഒരു പാരസ്പര്യം, സ്നേഹം, അക്കോമഡേഷൻ, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയേണ്ട, അതിന് അക്കോമഡേഷൻ എന്നാണ് പറയേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യും? അഡ്ജസ്റ്റ്മെന്റുകളല്ല. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയുണ്ട്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വലുതാവുമ്പോഴേ നമുക്ക് മറ്റൊരാളെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ വലുപ്പം കൊണ്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളലാണ് അക്കോമഡേഷൻ. മറ്റത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതാവുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? മറ്റൊരാൾക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒതുങ്ങി കൊടുക്കുന്നതിനാണ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒതുങ്ങുന്നുണ്ട്. ആ ഒതുങ്ങലിൻ്റെ സപ്രഷൻ നമ്മൾ സഫർ ചെയ്യുന്നുണ്ട്. ഒതുങ്ങലിൻ്റെ സപ്രഷനാണ് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്നത്. അത് പിന്നീട് പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അക്കോമഡേഷൻ എന്നുള്ളത് അവനവൻ്റെ വളർച്ചയുടെ, അവനവൻ്റെ വികാസത്തിൻ്റെ, അവനവൻ്റെ വലുപ്പത്തിൻ്റെ പ്രകടനമാണ്. ഐ ക്യാൻ അക്കോമഡേറ്റ് യു, അല്ലാതെ ഐ ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് യു എന്നല്ല. ഐ ക്യാൻ അക്കോമഡേറ്റ് യു. എനിക്കൊരു പ്രശ്നവുമില്ല, നിന്റെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കുന്നു, അതൊക്കെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. ഇതാണ് ഈ ആളുകൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് റോങ്. അഡ്ജസ്റ്റ്മെന്റിന് ലോങ് ലൈഫ് ഇല്ല. ഇറ്റ് വിൽ ലീഡ് ടു എക്സ്പ്ലോഷൻ. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അക്കോമഡേഷനാണ് വേണ്ടത്. ആ അക്കോമഡേഷന് നമുക്ക് വലുപ്പം വേണം. ആ വലുപ്പമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് നമ്മൾ വലുപ്പം പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് വലുപ്പം? അവനവൻ്റെ മഹത്വം, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള വലുപ്പം ഉണ്ടാക്കി കൊടുക്കണം. അതന്നെ അക്സെപ്റ്റ് എ പേഴ്സൺ ആസ് ഹി ഓർ ഷീ ഈസ്. അത് തന്നെയാണ് അക്കോമഡേഷൻ. ഡോണ്ട് ചേഞ്ച് ദം. ഡോണ്ട് ട്രൈ ടു ചേഞ്ച് എനിബഡി. മറ്റുള്ളവരെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. അത് അവർക്കും ബുദ്ധിമുട്ടാവുകയുള്ളൂ. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് അവർക്ക് വല്ലാത്ത വിമിഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി അഭിനയിച്ചു എന്ന് വരും അവർ. ചിലപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ അവർ അഭിനയിച്ച് കാണിക്കും മാറിയതുപോലെ. ബട്ട് ആ അഭിനയം ശാശ്വതമല്ല. അത് പുറത്തേക്ക് വരും, എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും, തനി സ്വരൂപം പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ സംസ്കാര സമ്പന്നരെന്ന് അഭിമാനിക്കുന്ന, ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന വിദ്യാസമ്പന്നരും അതുപോലെ സാമ്പത്തിക നിലവാരമുള്ളവരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിലാണ് ഏറ്റവും അധികം ഡൈവോഴ്സ് നടക്കുന്നത്. 6 മാസം തികച്ച് ജീവിച്ചാൽ ഭാഗ്യം. കുട്ടികളുടെ കല്യാണത്തിൻ്റെ ആൽബം പുറത്തേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും, പിരിഞ്ഞിട്ടുണ്ടാവും. ആ വീഡിയോ എടുത്തിട്ട് പോയ ആൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു 3 മാസമൊക്കെ ചിലപ്പോൾ എടുത്തു എന്ന് വരും. നന്നായിട്ടൊരു വിവാഹ ആൽബം തയ്യാറാക്കി വരുമ്പോഴേക്കും, അത് റെഡിയായിട്ട് കൊണ്ടുവരുമ്പോഴേക്കും ഇവിടെ കഴിഞ്ഞു പരിപാടി. അടുത്ത വിവാഹത്തിനുള്ള ഒരുക്കം നോക്കണം. ഇതെങ്ങനെ കാണുന്നു നമ്മൾ. അപ്പം അതിന് അച്ഛനമ്മമാരുടെ ഈ ഒരു സംസാര രീതി, കുട്ടികളെ വേണ്ടാത്തത് പഠിപ്പിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഉടനെ ഫോൺ ചെയ്തോട്ടോ എന്ന്, അപ്പോൾ വണ്ടി അയക്കാന്ന്, അല്ലേ? അങ്ങനെയുള്ള സീരിയലുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ തല നേരെയാവുക? ഈ സീരിയലുകൾ മുഴുവൻ ഇതുപോലെയുള്ള കഥകളാണ്, ഈ പൊട്ട കഥകളാണ്. ഇത് കണ്ട് കണ്ട് അച്ഛനമ്മമാരുടെ മനസ്സും അതുപോലെയായി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നാളെ തുടരാം. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കട്ടെ. മനുനോ ബഹൃതാം ച ദേവഹൂതീം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോഭി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. വൈകിട്ട് കാണാം. നാരായണ.